അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ ജനകീയ സദസ്സിന്റെ ഉദ്ഘാടകൻ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് PM നിയാസ്, KPCCയുടെ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, ശ്രീ ഫിലോമിന ടീച്ചർ ഉൾപ്പെടെ KPDCC വൈസ് പ്രസിഡന്റ് ശ്രീ VV പുരുഷോത്തമൻ, സുദീപ് ജെയിംസ്, മറ്റ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, മറ്റ് പോഷക സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ജനകീയ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ മനു തോമസ് വെളിപ്പെടുത്തിയ വിഷയങ്ങൾ, അത് മനു തോമസ് വെളിപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് കേരളത്തിലെ അതൊരു വാർത്തയായി വന്നിരിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും കാലമായി കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവർ അവരാരാണോ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ മനു തോമസ് പറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ, ഇവിടെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മാഫിയ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ ഇവിടെയുള്ള നേതാക്കന്മാരുടെ മക്കൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മനു പറയുന്നത് P. ജയരാജന്റെ മകൻ, P. ജയരാജൻ എന്ന് പറഞ്ഞാൽ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്, CPMന്റെ സമുന്നതരായ സംസ്ഥാനത്തെ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. പ്രേമനവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ വിഷയങ്ങൾ ഞാൻ വളരെ വ്യക്തമായി ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പൊതുസമൂഹത്തിന് മുന്നിൽ CPMന്റെ നേതാക്കന്മാർ അന്ന് പറഞ്ഞത്. എങ്കിൽ ഇന്നിവിടെ മനു തോമസ് CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന മനു തോമസ് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുമ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയുവാൻ CPMന്റെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. എന്നാൽ മനു തോമസ് അത് പുറത്തായപ്പോൾ പറയുന്നതല്ല. മനു തോമസ് CPMന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. നിരവധി വിഷയങ്ങൾ ഊന്നിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. CPMന്റെ DYFIയുടെ സമുന്നതനായ നേതാവ് ഇന്ന് യുവജന കമ്മീഷനായിരിക്കുന്ന ഷാഹിർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൂടെ വ്യക്തമാക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ ജയരാജൻ ഇവിടെ കോറമുണ്ടാളിമാരെ അവർക്ക് സഹായകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന CPMന്റെ ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, കോറമുണ്ടാളിമാരെ പീഡിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, ലഹരി മാഫിയയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ കൃത്യമായി പ്രതിപാദിക്കപ്പെടുമ്പോൾ, അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടി ആവശ്യമില്ല. എന്നാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി
അന്വേഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പറയുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് സിപിഎം തമ്മിലുള്ള സിപിഎംകാർ തമ്മിലുള്ള ഡിവൈഎഫ്ഐക്കാർ തമ്മിലുള്ള വിഷയമല്ല. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ സിപിഎം നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ നിലനിർത്തുമ്പോൾ അത് അന്വേഷിക്കുന്നത് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോ സിപിഎമ്മിന്റെ നേതൃത്വവുമല്ല. ഇവിടെ അന്വേഷിക്കുന്നത് ഒരു സ്വതന്ത്ര ഏജൻസി പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരെ പൊതുജന സമൂഹത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്തരം അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇവിടെ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ നാട്ടിൽ ഈ കെ നായരുടെയും ഈ കണ്ണനുമൊക്കെ പ്രസ്ഥാനം ചെയ്ത ഈ ജില്ലയിൽ ഇന്ന് പിണറായി വിജയൻ ഈ പാർട്ടിയെ ഈ പാർട്ടിയെ എവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വർണ്ണം പൊട്ടിക്കലിന്റെ പാർട്ടി, സ്വർണ്ണ കള്ളക്കടത്തിന്റെ പാർട്ടി, ഓരോ മാഫിയയുടെ പാർട്ടി ഈ പാർട്ടി മാറിയിരിക്കുന്നു. ഈ ജയരാജന്റെ മകന് ബിസിനസ് എന്താ നിങ്ങൾ പരിശോധിക്കണം. കോഫി ബിസിനസ്സാണ്. എന്താണ് ആ ബിസിനസ് കൊണ്ട് കിട്ടുന്ന ലാഭം അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് സമ്പാദിക്കപ്പെടുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഏത് തലത്തിലാണ് ഇവിടെ മാധ്യമങ്ങൾ ചോദിക്കുന്നു ആരും എന്താണ് സിപിഎമ്മിന്റെ നേതാക്കന്മാരെന്നാണ് പ്രസ്താവന ഇറക്കാത്തത്. ഈ ജയരാജന് അനുകൂലമായി പ്രസ്താവന ഇറക്കാത്തതെന്നാണ്. ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കാത്തത്? എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഈ വിഷയത്തിൽ സിപിഎം നേതൃത്വം സംസാരിച്ചാൽ സിപിഎം നേതൃത്വം തന്നെ കുടുങ്ങുമെന്ന് വളരെ വ്യക്തമായി സിപിഎം നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് സിപിഎം നേതൃത്വം അത് സംസാരിക്കാൻ ഇടപെടാനില്ല. ഈ ജയരാജനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ആരാണ് വന്നിരിക്കുന്നത്? ഒരു സിപിഎം സംസ്ഥാന നേതാക്കളുമില്ല, ഒരു ജില്ലാ നേതാവുമില്ല. ആകാശത്തിലെങ്ങനെയാണ് സിപിഎമ്മിന്റെ പി ജയരാജനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ്താവന ഇറക്കുന്നത്? ആ പ്രസ്താവനയിൽ എന്താണ് പറയുന്നത്? മീഡിയാസും കൊണ്ടു നടക്കുന്നവർ വിചാരിച്ചാൽ നിങ്ങൾക്ക് പ്രത്യക്ഷം കിട്ടില്ല. എത്ര നാൾ നിങ്ങൾ പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വകവരുത്തുമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പല മീഡിയാസും എന്നോട് ചോദിച്ചു നിങ്ങൾ സംരക്ഷിക്കുമോ എന്ന്. ഇവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ഇന്ത്യക്കാരുടെ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് ഒരു പ്രമുഖന് ഒരാള് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസിനുണ്ട്. അവർക്ക് അതിന് ഉത്തരവാദിത്വ ബാധ്യതയുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? മനു തോമസിന്റെ പ്രസ്താവനയെ നിങ്ങൾ കേട്ടില്ലേ? സുഹൈബിന്റെ ടി.പി. ചന്ദ്രന്റെ ഉറവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. മനു തോമസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ടി.പി. ചന്ദ്രന്റെ കേസ് ഉൾപ്പെടെ സുഹൈബിന്റെ കേസ് ഉൾപ്പെടെ ആ കൊലപാതകത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് അന്നും ഇന്നും പ്രതിപക്ഷം പറയുമ്പോൾ സിപിഎം അതല്ല എന്ന് ഞങ്ങൾക്കത് ഉത്തരവാദിത്തമില്ല എന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ഇന്ന് മനു തോമസ് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന മനു തോമസ് തന്നെ ആ കാലഘട്ടത്തിൽ സിപിഎമ്മിന്റെ മെമ്പറായിരിക്കുന്ന ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന മനു തോമസ് തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്നു ടി.പി. ചന്ദ്രൻ കേസിലും സുഹൈബ് കേസിലും ആരാണ് പ്രതികളെന്ന് വിരൽ ചൂണ്ടാൻ വളരെ വ്യക്തമായി വിരൽ ചൂണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സിപിഎം എന്ന പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് അവരുടെ അവസ്ഥ? ഓരോ ദിവസം കഴിയുമ്പോഴും സിപിഎമ്മിന്റെ പടലവും പതറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു ചിത്രം നമ്മൾ കണ്ടു. സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ടി.പി. ചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് ഇളവുകൾ കൊടുക്കരുത് എന്ന് ഹൈക്കോടതി വിധി വളരെ വ്യക്തമായി പറയുമ്പോൾ ആ വിധിയെ ധിക്കരിച്ചുകൊണ്ട് ടി.പി. ചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനമെടുത്തു. പൊതുനേതൃത്വത്തിൽ ചർച്ചയായി, നിയമസഭയിൽ ചർച്ചയായി, പൊതുസമൂഹത്തിൽ ചർച്ചയായി. അപ്പോൾ പിണറായി വിജയന്റെ ഒരു പ്രഖ്യാപനം വന്നു. ഈ തീരുമാനമെടുത്തത് സൂപ്രണ്ടിനെയും അതിൽ ചാർജ് വഹിക്കുന്ന സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിക്ക്. ടി.പി. ചന്ദ്രൻ കേസിലെ പ്രതികളും ഈ ജയിലിലെ സൂപ്രണ്ട് ജീവനക്കാരും
ബന്ധമുണ്ടോ? ആ എന്ത് ബന്ധമാണ്? CP ചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് ഈ ജീവനക്കാരുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമല്ല. CPM-ന്റെ ഉന്നത നേതൃത്വം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടാണ് ഈ ജയിലധികാരികൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത്. പക്ഷേ പാവപ്പെട്ട ജയിലധികാരികളെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ജനങ്ങൾ ഉണർത്തി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതിനാണ് ഞങ്ങൾ ഇവിടെ ജനകീയ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഏറ്റെടുക്കണം. ഇത്രത്തോളം നിലപാടുമായി ഈ ഗവൺമെന്റും ഈ പാർട്ടിയും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, കടമേണ്ട കർത്തവ്യമുണ്ട്. അത് ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ജനകീയ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനനായ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവരുടെ ക്ഷണിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM കുമാർ, സെക്രട്ടറിമാർ ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, അതുപോലെ തന്നെ രോഹിണി ടീച്ചർ, AICC മെമ്പർ CPA നാരായണൻ, സജീവ് മാറവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അങ്ങനെയുള്ള സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഈ ജനകീയമായിട്ടുള്ള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് DCC പ്രസിഡന്റും ശ്രീ ഫൈസലും ഇവിടെ സാമാന്യനെ വിശദമായി തന്നെ സംസാരിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ വിഷയം ഇന്നലെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ഞാനും ഒരു പരിശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഭരണകക്ഷിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ എതിർപ്പിനെ തുടർന്ന് നിയമസഭാ സ്പീക്കർ അതിനെ അവലംബാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അവസരം നിഷേധിക്കുകയായിരുന്നു. എന്താണ് കാര്യം? പാർട്ടിയിലൂടെ പറഞ്ഞതുപോലെ CPM-ൽ നിന്ന് പുറത്തുപോയിട്ടുള്ള അവരുടെ പ്രമുഖ നേതാവായിരുന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഇതെല്ലാമാണ്. അത് കേവലം ആ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. മനു തോമസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി P. ജയരാജൻ, അദ്ദേഹം കേരളത്തിലെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. മന്ത്രിക്ക് തുല്യമായ ഒരു സർക്കാർ പദവിയാണ്. സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന വ്യക്തിയാണ്. സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വാഹനം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് CP ജയരാജൻ. കേവലം CPM-ന്റെ ഒരു നേതാവ് മാത്രമല്ല. അതുപോലെ DYFIയുടെ നേതാവ് ശ്രീ ഷാജൻ, അദ്ദേഹം നമുക്കറിയാം വിഭജന കമ്മീഷന്റെ ചെയർമാനാണ്. ഈ രണ്ടാളുകൾക്കെതിരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ശ്രീ മനു തോമസ് വളരെ വ്യക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ജയരാജനെതിരെ പറഞ്ഞ കാര്യങ്ങൾ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായും കള്ളക്കടത്ത് സംഘങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നാട്ടിനും പുറത്തും വിദേശത്തും സ്വദേശത്തും കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം അതിനേക്കാൾ വ്യക്തമാണ്. കോറി മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കകത്ത് ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരെ പാർട്ടി നേതൃത്വത്തിലേക്ക് കോറി മാഫിയയുടെ ഒത്താശ ചെയ്യുന്ന ആളുകളായിട്ട് അവരെ നിയോഗിക്കുന്നു പാർട്ടിക്കകത്ത് നിന്നാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. നമ്മളിതുവരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെക്കുറിച്ചും അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുമെല്ലാം പല ആക്ഷേപങ്ങളും കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ കേസ് നമുക്കറിയാം. കേസ് നിലനിൽക്കില്ല. ബന്ധപ്പെട്ട പൊതുവായ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെക്കുറിച്ചും ഇത്തരത്തിലുള്ള കേസുകൾ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നോക്കണം പറയും. എന്നാൽ പലപ്പോഴും ഇത്തരം കേസുകളിൽ നിന്ന് മോചിതനാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന ശ്രീ P. ജയരാജന്റെ മകൻ തന്നെ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിരുന്ന
ബുദ്ധിമുട്ടാക്കും, അത്യാവശ്യം ബോംബൊക്കെ പ്രയോഗിക്കും എന്നത് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്ന ധാരണയെങ്കിൽ ഇവിടെ കിടന്നവര് മാത്രമേ രാപ്പനി അറിയുള്ളൂ. ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന മനു തോമസ് വ്യക്തമാക്കിയിരിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതികളുമായിട്ടുള്ള ബന്ധവും പങ്കാളിത്തവുമാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്നോട് ആളുകളെ ചോദിക്കായിരുന്നു, വേദിയിലിരുന്നപ്പോൾ ആളുകൾ ചോദിക്കായിരുന്നു, വിരോധനത്തിനും പുസ്തകത്തിനൊക്കെ ചോദിച്ചു, എന്തായി സ്വർണം പൊട്ടിക്കൽ? സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വാഴ തിരിച്ചു വരച്ച് പൊട്ടിക്കൽ മാത്രമല്ല, അതല്ല. സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വിരോധത്തിനൊരു ശൈലിയായിട്ട് മാറി. എന്തായാലും അർത്ഥം സ്വർണ്ണ കള്ളക്കടത്തുകാര് കള്ളക്കടത്തായിട്ട് സ്വർണം കൊണ്ടുവരുമ്പോൾ അവരുടെ പക്കൽ നിന്ന് ഇതറിഞ്ഞ് രഹസ്യ വിവരം അറിഞ്ഞ് അത് തട്ടിയെടുക്കുന്ന അതിനേക്കാൾ വലിയ കള്ളക്കടത്തിനേക്കാൾ വലിയ കള്ളത്തരമാണ് സ്വർണം പൊട്ടിക്കൽ. അതിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ അർജുനായെങ്കിലും പങ്കാളിത്തം നമുക്കറിയാം. രാമനാട്ടുകളിൽ കൃത്രിമമായ വാഹന അപകടമുണ്ടാക്കിയത് ഈ സ്വർണ്ണ തട്ടിപ്പില്, കള്ളക്കടത്തിന്റെ, സ്വർണം പൊട്ടിക്കലിന്റെ ഭാഗമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അർജുനായെങ്കിൽ അന്ന് CPM പാർട്ടി ഡിവൈഎഫ്ഐ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതരായിരുന്നു. അങ്ങനെയുള്ള കേസുകളിലാണ് കള്ളക്കടത്തുകാരുമായിട്ടുള്ള പങ്കാളിത്തമാണ് ജയരാജനെതിരായിട്ട് വ്യക്തമായും ആ പാർട്ടിയുടെ ഭാഗമായി നിന്ന ഒരു നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ഉന്നയിച്ചു എന്നത് വ്യക്തമാണ്, സത്യമാണ്. മാധ്യമങ്ങളിൽ കണ്ടു. മനു തോമസിന്റെ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടു. മനു തോമസ് ദൃശ്യമാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞു ഇന്നതാണ് ആക്ഷേപമെന്ന്. ജയരാജനെ നിഷേധിച്ചിട്ടില്ല. ജയരാജൻ എന്താ പറഞ്ഞത്? ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. ജയരാജൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ മാത്രം ഗൗരവമേറിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് മനു തോമസ് നടത്തിയത് എന്ന് ജയരാജൻ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ജയരാജൻ നിയമ നടപടികൾ സ്വീകരിക്കുകയല്ല ചെയ്തത്. ജയരാജന് ഏതൊക്കെ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് മനു തോമസ് ഉൾപ്പെടെയുള്ളവർ ആക്ഷേപിച്ചുവോ ആ സംഘങ്ങളുടെ തലവന്മാർ തന്നെയാണ് ജയരാജന്റെ വക്കാലത്തുമായി ജയരാജനെ ന്യായീകരിച്ചുകൊണ്ട് ജയരാജനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വലിയ ഭീഷണിയാണ്, അവർക്ക് വലിയ അപകടമാണ് സംഭവിക്കുക എന്ന മുന്നറിയിപ്പാണ് ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ക്രിമിനലുകൾ നൽകിയത്. ആകാശ് തില്ലങ്കേരി ആരാണ് നമുക്കറിയാം. നമുക്ക് സുഹൈബ് വധക്കേസിനെ മാത്രം പ്രതിയല്ല, സുഹൈബ് വധക്കേസിന് മുൻപ് തന്നെ ഒരു വധക്കേസിൽ ആകാശ് തില്ലങ്കേരി പ്രതിയായിരുന്നു. 2 വധക്കേസിൽ പ്രതിയായി നിൽക്കുന്ന നിരവധി മറ്റ് കേസുകളിൽ പ്രതിയായിട്ടുള്ള അദ്ദേഹമാണ് CPM നേതൃത്വത്തിനെതിരെ സുഹൈബിന്റെ വധം ചെയ്തതല്ല ചെയ്യിച്ചതാണ് എന്നൊരു നിർണായകമായ ഘട്ടത്തിൽ ആകാശ് തില്ലങ്കേരി വെളിപ്പെടുത്തിയതായി. അതിനെ തുടർന്നാണ് ആകാശ് തില്ലങ്കേരിയെ കാപ്പ ചുമത്തി ജയിലടയ്ക്കാൻ CPM നേതൃത്വം തയ്യാറായത്. എന്നാൽ ഇന്ന് ആകാശ് തില്ലങ്കേരി പുറത്തു വന്നു. CPMൽ ആരൊക്കെ സഹായിച്ചുവോ, ആരൊക്കെയായി ബന്ധമുണ്ടായിരുന്നോ അവരുമായിട്ടുള്ള ബന്ധം തുടരുകയാണ്. ജയരാജനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പാർട്ടിക്കെതിരെയുള്ള പ്രഖ്യാപനമായി കണ്ട് പാർട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അതിന് മണിക്കൂറുകൾക്ക് മിനിറ്റുകൾക്ക് താമസമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെന്ന് മനു തോമസിനെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി MP ജയരാജനല്ല, ഈ ജില്ലക്കാരനായ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ അറിയപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളായ ആകാശ് തില്ലങ്കേരിയും അതുപോലെ നമുക്കറിയാം TP കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് ഷാഫിയും അർജുനായെങ്കിലുമാണ് സോഷ്യൽ മീഡിയയിലൂടെ മനു തോമസിനെ ഭീഷണിപ്പെടുത്തിയത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ അവസാനം വൈകി ഉദിച്ച ബുദ്ധിയുടെ ഭാഗമായിട്ട് ജയരാജന്റെ മകൻ മനു തോമസിനെതിരായി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ നിയമ നടപടികൾക്ക് കാത്തു നിൽക്കാതെയാണ് ഈ ഗുണ്ടാസംഘത്തിന്റെ ഭീഷണികൾ. രണ്ടാമതായി മനു തോമസ് പറഞ്ഞ കാര്യം എന്താണ്? ഡിവൈഎഫ്ഐ നമുക്കറിയാം. ഈ രാമനാട്ടുകര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് വ്യാജ വാഹനങ്ങളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ മനു തോമസ് കണ്ണൂർ ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഷാജർ കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ ലഹരി മാഫിയക്കെതിരായി, കള്ളക്കടത്ത് മാഫിയക്കെതിരായി, കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള ഒരു ബോധവൽക്കരണത്തിന്റേതായ ജാഥ സംഘടിപ്പിച്ച് നമുക്കുണ്ടാവുന്നത്. ആ ജാഥ
ആകാശ് തില്ലങ്കേരിയുടെ നാട്ടിൽ വന്നപ്പോൾ മനു തോമസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണം ആ പ്രദേശത്ത് ഒരു ഹർത്താലിന്റെ രൂപത്തിൽ ആ ജാഥയെ ബഹിഷ്കരിക്കുകയായിരുന്നു. മനു തോമസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കടന്നുപോയി അദ്ദേഹത്തിന് ജാഥ ക്യാപ്റ്റന് തില്ലങ്കേരി പോലുള്ളൊരു സ്ഥലത്ത് തില്ലങ്കേരി രക്തസാക്ഷികളുടെ നാട്ടിൽ സംസാരിക്കാൻ കഴിയുന്ന അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അവർ നേരത്തെ തന്നെ മനസ്സിലാക്കുക. ആ ജാഥയിൽ പങ്കെടുത്ത ഷാജൻ അദ്ദേഹം ഇപ്പൊ പൂർണ്ണമായി. അദ്ദേഹത്തിന് മനസ്സിലായി മനു തോമസിന്റെ കൂടെ നിന്ന് ഈ ക്രിമിനൽ സംഘങ്ങളെ കള്ളക്കടത്ത് സംഘത്തെ ലഹരി മാഫിയായ കൊട്ടേഷൻ സംഘത്തെ എതിർത്താൽ പാർട്ടിക്ക് അകത്ത് പിന്തുണ കിട്ടില്ല. അതിനെ എതിർത്ത മനു തോമസ് CPM-ന് ഒറ്റപ്പെടുകയാണ്. നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഈ കൊലയാളികൾക്കാണ്. കാരണം അവർ ചെയ്യിച്ചതാണ്. VP ചന്ദ്രശേഖരനെ അവർ കൊല്ലിച്ചതാണ്. ഷുഹൈബിനെ അവർ കൊല്ലിച്ചതാണ്. അതുകൊണ്ട് ഈ കൊലയാളികൾക്ക് ഒത്താശ ചെയ്യേണ്ടത് കൊലയാളികൾ നിയന്ത്രിക്കുന്ന സൈഡിലേക്ക് ആ രൂപത്തിലേക്ക് പാർട്ടി നേതൃത്വം വഴിമാറിച്ചിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായി മാറിയപ്പോഴാണ് മനു തോമസ് മനസ്സുമെടുത്ത് CPM ബന്ധം ഉപേക്ഷിച്ചത് എങ്കിൽ ഷാജർ ചെയ്തത് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഷാജറിനെതിരെ മനു തോമസ് നൽകിയ പരാതിയിൽ മനു തോമസ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം എന്താണ്? ആ പരാതിയിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണ്? ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് മനു തോമസ് 2023 നൽകിയ പരാതി മാധ്യമങ്ങൾക്ക് ലഭ്യമാണ്. ഞങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? ഈ കൊട്ടേഷൻ ബന്ധത്തെക്കുറിച്ച് ഷാജറിനെ സംബന്ധിച്ച് നൽകിയ പരാതി അന്വേഷിച്ചു. CPM നേതൃത്വം അന്വേഷിച്ചു. വൈകി അന്വേഷിച്ചു. രാഘവബുദ്ധിയോട് അന്വേഷിച്ചിട്ട് അവസാനം കണ്ടെത്തിയത് ആ വിഷയം കൈകാര്യം ചെയ്തതിൽ ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ്. VP ജയരാജൻ BJP നേതാവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അശ്രദ്ധയുണ്ടായി എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് അവര് തട്ടിക്കൊണ്ടുവന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ പങ്കുപറ്റിയതും ഇങ്ങനെയുള്ള ശ്രദ്ധക്കുറവായി മാത്രം CPM-ന്റെ നേതൃത്വം കാണുകയാണ്. ആ ഷാജറിനെയാണ് ന്യായീകരിക്കുന്നത്. ആ വ്യക്തിയാണ് മനു തോമസ് പരാതി നൽകി കൊട്ടേഷൻ സംഘങ്ങളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നു, അവരുടെ പങ്കുവെക്കുന്നു എന്ന പരാതി നിലനിൽക്കുകയാണ്. ആ ഷാജറിന് കേരളത്തിലെ യുവജന കമ്മീഷന്റെ ചെയർമാനായി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് നിയമിക്കുകയായിരുന്നു. മനു തോമസിനെ തഴയുകയായിരുന്നു. ആ മനു തോമസ് ഗത്യന്തരമില്ലാതെയാണ് CPM പാർട്ടി വിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് പാർട്ടിയോട് പറഞ്ഞതുപോലെ ഇത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അഭ്യന്തര പ്രശ്നമല്ല. ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ വിഷയമാണ്. കേരളത്തിലെ നിയമവാഴ്ചയുടെ വിഷയമാണ്. ഉത്തരവാദിത്വം വഹിക്കുന്ന 2 പദവികളിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ, യുവജന കമ്മീഷന്റെ ചെയർമാൻ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് അതീവ ഗൌരവമേറിയ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതേക്കുറിച്ച് MP ജയരാജൻ ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് മിണ്ടാത്തമില്ല. ഈ ടീമിനെ കുറിച്ച് നമുക്കറിയാം. ഈ ജയരാജൻ ഈ ടീമിനെ കുറിച്ച് ഈ ജയരാജൻ നേതൃത്വം നൽകുന്ന PJ ആർമിയാണ് ഇന്നിപ്പോൾ റെഡ് ആർമിയായിട്ട് മാറിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞെന്താണ്? ആ വാക്കുകൾ ഒരു കാലത്ത് അദ്ദേഹം ജഡ്ജിമാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് എങ്കിൽ ഇന്ന് P ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ MP ജയരാജൻ വിളിക്കുന്നത് കേരളം കെട്ടവർ എന്നാണ് വിളിക്കുന്നത്. ആ രൂപത്തിൽ വിഷയങ്ങൾ CPM വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അവിടെ മാത്രം തീരുന്നതല്ല, പാർട്ടി മാത്രം അന്വേഷിക്കേണ്ടതല്ല, നാടിന്റെ ക്രമസമാധാനത്തെയും നാടിന്റെ നീതിവാഴ്ചയും ബാധിക്കുന്ന വിഷയമാണ്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നികുതി പണം വയ്ക്കുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവര്. അവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഗുരുതരമായ നിലയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തയ്യാറാണ്. അത് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് നിയമസഭ. ആ വേദിയിൽ അവസരം ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത് സംസാരിക്കണം. വളരെ ഗൗരവമായി ഉയർന്നു വന്ന വിഷയമാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇതിനെ കൊണ്ടുവന്നപ്പോൾ സ്പീക്കറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രിയുമെല്ലാം ചേർന്ന് അതിന് അവസരം നിഷേധിക്കുകയാണ്. അവർക്ക് അവിടെ അവസരം നിഷേധിച്ചാലും ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനകീയ ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി
ഇതിനെ ഒരു ജനകീയ സദസ്സിലൂടെ ഉയർത്തിക്കാട്ടാൻ ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. CPM-ന്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയവരാണ്, പ്രതികരിക്കുന്നവരാണ്, പ്രതിഷേധിക്കുന്നവരാണ്, ആ നേതൃത്വത്തെ തിരുത്താൻ പരിശ്രമിക്കുന്നവരാണ് CPM അണികൾ പോലും എന്ന് നമുക്ക് പാർലമെന്റ് ഇലക്ഷനിലൂടെ മലബാർ മേഖലയിലെ UDF-ന്റെ ഉന്നതമായ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ജനങ്ങൾ എത്ര വാദം നൽകിയാലും താക്കീത് നൽകിയാലും ചെവിക്ക് പിടിച്ചാലും തിരുത്തില്ല എന്ന വിചാരത്തോടെ CPM നേതാക്കന്മാർ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ജനകീയ ശക്തിയിലൂടെ ഈ തെറ്റുകൾക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകാം, തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാം. ഒറ്റക്കെട്ടായി ഈ തെറ്റുകൾ ചെയ്യുന്നവർക്കെതിരെ നമുക്ക് മുന്നേറാം എന്ന വിശ്വാസത്തോടെ ഈ പ്രോഗ്രാമിന് എല്ലാ വിജയങ്ങളും ആശംസിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്. അവിടെ സംസാരിക്കുന്നതിന് വേണ്ടി KPCCയുടെ ജനറൽ സെക്രട്ടറി കണ്ണൂരിന്റെ ചാർജ് വഹിക്കുന്ന അഡ്വക്കേറ്റ് PM നിയാസ്. ബഹുമാന്യ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോൺ, വിഭാഗം ചെയ്ത ബഹുമാനായ സണ്ണി ജോസഫ് MLA, സജി ജോസഫ് MLA, നാരായണൻ, ചന്ദ്രൻ തിരുക്കേരി, ബഹുമാനായ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബഹുമാനായ ഇതിനകത്തിലുള്ള ഇലക്ടർമാരെ സമർപ്പിച്ചു. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന ആവശ്യം CPM-നെ കുറിച്ച് CPM-ന്റെ ഭാരവാഹിയായിട്ടുള്ളവർ നേരത്തെ ഉന്നത DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പദം അലങ്കരിച്ചവർ ഉന്നയിച്ചിട്ടുള്ള വളരെ മ്ലേച്ഛമായ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറ്റവാളികളായ പാർട്ടി നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഒരു മുതലാളി പാർട്ടിക്കെതിരായിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നറിയപ്പെട്ട് സാധാരണക്കാരായ തൊഴിലാളികളുടെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെയാണ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഇവരെ മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. ഇത് വ്യക്തമായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലുമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളുമായാണ് ഇന്ന് CPM മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, CPM കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ചില ചട്ടവട്ടങ്ങളുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നടക്കില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ വലിയ മേല് തളച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ഇന്ന് കള്ളക്കടത്തുകാരായും ബഹുമാനപ്പെട്ട സണ്ണി വക്കീൽ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘവുമായും കൊള്ളക്കാരായി, മാഫിയകളായി, കൊട്ടേഷൻ സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ CPM എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് കൊട്ടേഷൻ പാർട്ടിയോ മാഫിയസ് ആയി മാറിയിരിക്കുകയാണ്. ഇതിന്റെ കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ ജില്ലക്കാരനാണ്. കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഈ ജില്ലക്കാരനാണ്. ഈ LDF-ന്റെ സംസ്ഥാന കൺവീനർ ഈ ജില്ലക്കാരനായ EP ജയരാജനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ LDF-ന്റെ ഭരണത്തിന് CPM-ന്റെ നേതൃത്വം കൊടുക്കുന്ന ജില്ല ഈ ജില്ലയാണ്. ഈ ജില്ലയിൽ നിന്നാണ് അവരുടെ പാർട്ടിയെക്കുറിച്ച് വളരെ നെറികെട്ട രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ, ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഈ മാഫിയ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് അവർക്ക് നേതൃത്വം കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന പണം, കൊള്ളയടച്ച പണം, അത്
പരസ്പരം ഓതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ CPM നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് നാവനക്കമില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുമെന്നാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഒരു കുറ്റകൃത്യമുണ്ടായാൽ അത് കുറ്റകൃത്യത്തെ കുറിച്ച് നിയമപരമായ പോലീസ് അന്വേഷണങ്ങൾ നടത്തേണ്ട സാഹചര്യത്തിൽ അത് വേണ്ട, ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയും പാർട്ടിയുടെ അന്വേഷണവും പാർട്ടിയുടെ ശിക്ഷാവിധിയും നൽകിയത് ഏത് കോടതിയിൽ എവിടെയാണ് ഏത് നിയമത്തിലാണ് ഉള്ളതെന്ന് ഇവിടുത്തെ പാർട്ടിക്കാരും കേരളത്തിലെ മുഖ്യമന്ത്രിയും ജനങ്ങളോട് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലവും ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കൊട്ടേഷനുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കണ്ണൂർ ജില്ലയിലെ ഇതുപോലെയുള്ള CPMന്റെ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ അവരാണ് എന്റെ ജില്ലയായ കോഴിക്കോട് TP ചന്ദ്രശേഖരനെ വധിക്കുവാനുള്ള കൊലപ്പെടുത്തുവാനുള്ള കൊലയാളികളായി മാറിയതെന്നത് ഞാനും നിങ്ങളും പറയുന്നതല്ല. ഇന്ത്യയിലെ ഭരണകൂടത്തിന് അതിശക്തമായി വിധി നൽകിക്കൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ജുഡീഷ്യറി അത് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും പോലും തീരുമാനം വന്നത് ഇവിടുത്തെ ഇതുപോലെയുള്ള കൊട്ടേഷൻ നേതൃത്വം കൊടുക്കുന്ന കൊലയാളികളായി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന CPMന്റെ നേതൃത്വത്തിനെതിരായാണ്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അവരുടെ ഈറ്റില്ലമായി മാറിയിരുന്നത് ബംഗാളാണ്. ആ ബംഗാള് കാലാകാലങ്ങളിൽ 30 വർഷത്തിലേറെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഇടതുപക്ഷത്തിന്റെ ഭരണം നമ്മൾ കണ്ടതാണ്. ആ ഭരണത്തിലെ ജീർണതകൾ കണ്ട് അവിടുത്തെ ജനങ്ങൾ അവരെ എന്നേക്കുമായി തീരെഴുതി. ഇന്ന് അവർക്ക് ആ സംസ്ഥാനത്ത് നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അതേ അവസ്ഥ അന്ന് ത്രിപുരയിലുമുണ്ടായി. അതേ അവസ്ഥ കേരളത്തിലും ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനു തോമസിനെ അത് പ്രകടീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനു തോമസ് ഒരു വലിയ ഒരു ആൾപരമായി ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൽ ജീർണതകൾ ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഒരു ഭാരവാഹി ആയിരുന്നതുകൊണ്ട് അത് സത്യമാണ്. എന്നാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ അന്വേഷിച്ച് ബോധ്യപ്പെട്ട ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന പോലീസ് വകുപ്പ് നേതൃത്വം നൽകുന്ന കണ്ണൂർ ജില്ലക്കാരനായ പിണറായി വിജയൻ സഖാവിന് ഉണ്ട് എന്ന കാര്യം അത് നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്ന് ഷാജർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു. ആരായിരുന്നു ഷാജർ എന്ന് ഇന്ന് നമ്മൾക്ക് മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ ചാനൽ ചർച്ചകളിലും ഓരോ സംവിധാനത്തിലും ഷാജറിന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഞാനൊക്കെ വിചാരിച്ചത് അന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്നും നേരെ ഇറങ്ങി വന്ന ദൈവപുത്രനെ പോലെ ഇത്ര നല്ല കമ്മ്യൂണിസ്റ്റ് പറയുന്ന ഇത്ര വലിയ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ഞാനൊക്കെ വിചാരിച്ചു ഇദ്ദേഹം ദൈവതുല്യനായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന്. എന്നാൽ കള്ളക്കടത്തുകാരന്റെ പണം മോഷ്ടിക്കുന്ന കൊള്ളക്കാരുടെ പങ്ക് പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന 4ാം ക്ലാസ് ക്രിമിനൽ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം പറയുമ്പോ ഈ കേരളം മുഴുവൻ ഞെട്ടുകയാണ്. ഈ കണ്ണൂര് അദ്ദേഹത്തിന് ജന്മം നൽകിയ കണ്ണൂർ പോലും അപമാനമാനത്താൽ തലമുഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെല്ലാം വാഴ്ത്തമാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തെല്ലാം തരത്തിലുള്ള വലിയ അവകാശവാദങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ആ മൂടുപടവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും ഉണ്ടായ കാര്യങ്ങളും അന്വേഷണങ്ങളും നടന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതേ മുഖമൂടി ഇന്ന് പി ജയരാജനിൽ നിന്നും നമുക്ക് അഴിച്ചു മാറ്റപ്പെട്ടുവെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും അഴിച്ചു മാറ്റേണ്ട സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂരിന്റെ മണ്ണ്, കണ്ണൂർ ചോപ്പിച്ച CPMന്റെ മണ്ണ്, ആ മണ്ണിൽ നിന്നും അവരുടെ നിരുത്തരവാദികളായ അവരുടെ മുഖം വ്യക്തമായിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ മാഫിയ സംഘങ്ങളെ നിലക്ക് നിർത്തുവാനുള്ള തീരുമാനമെടുക്കുവാൻ ഈ ഗവൺമെന്റ് അന്വേഷണം നടത്തണം. ഈ കൊട്ടേഷൻ സംഘങ്ങളെ താലോലിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങളെ ഇങ്ങനെ പർവ്വതം പോലെ വളർത്തിയെടുക്കുന്ന കേരളത്തിലെ CPMന്റെയും പാർട്ടി ഭരണകൂടത്തിന്റെയും നെറികേടുകളെ കുറിച്ച് കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടിയുള്ള അന്വേഷണം, അത് അതിസത്യസന്ധമായ അന്വേഷണം നടത്തുവാൻ ആ കുറ്റക്കാരെ ആളുകളെ പാർട്ടിയിൽ നിന്നും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും
മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ ആലോചിക്കണം, ഇതറ്റം കേരളത്തിലെ കോൺഗ്രസ് ഭരിക്കുമ്പോ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ് ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവിടെ എന്താകുമായിരുന്ന അവസ്ഥ? ഈ കണ്ണൂർ പട്ടണം കത്തി അവരുടെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലേ? എന്തൊരു പോരാട്ടമായിരുന്നു ഇവിടെ ഉണ്ടാവുക, എന്തൊരു രീതിയിലുള്ള ആക്രോശമാണ് തെരുവാലകളിൽ ഉണ്ടാവുക. എന്നാൽ ഇത് സ്വന്തം പാർട്ടിക്ക് നേരെയായപ്പോ അവർക്കൊന്നും മിണ്ടാട്ടമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ മിണ്ടണം, നിങ്ങൾ നാളെ തുറന്ന് പറയണം ഇതിനെന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുവാൻ അന്വേഷണം നടത്തുവാൻ തയ്യാറാകണം. ഇത് അച്യുതാനന്ദനെ കുറിച്ച് ഒരുപാട് അച്യുതാനന്ദനെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച നേതാക്കന്മാരാണ് ജയരാജന്മാരും അതുപോലെ തന്നെ പിണറായി വിജയനും. VS അച്യുതാനന്ദന്റെ മകനെതിരായി ആരോപണമുണ്ടായപ്പോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായി ആരോപണമുണ്ടായപ്പോ ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ലെറ്റർ പേഡിൽ ഇന്ത്യ ഗവൺമെന്റിന് കത്തെഴുതിയത് നമ്മൾ ഓർക്കണം. ആ അച്യുതാനന്ദന്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ കസേരയിലിരിക്കുന്ന ബഹുമാനായ പിണറായി വിജയ, നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നെങ്കിലും പഠിക്കുവാൻ, അദ്ദേഹത്തിൽ നിന്നും എങ്കിലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയെങ്കിലും കണ്ടു മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ആർജവം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ നാട് ഇത്രയേറെ വലിയമസമായിക്കൊണ്ടിരിക്കുമ്പോ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയാസകരമായ അവസ്ഥ ഉണ്ടായിരിക്കുമ്പോ അതിനൊന്നും പരിഹാരമുണ്ടാക്കാതെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മാഫിയ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരായുള്ള നടപടികൾ, ഗവൺമെന്റിനെതിരായുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂടിയായി ഈ സമരത്തെ ഞങ്ങൾ കാണുകയാണ്. ഈ സമരമായി ഞങ്ങൾ മുന്നോട്ട് വരുമ്പോ ഇതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതീവ ഗൗരവതരമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ജനങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്ന തീർന്ന ചോദ്യങ്ങളാണ്, അവരുടെ സംശയങ്ങളാണ്. അത് ദൂരീകരിക്കുവാൻ ഈ കുറ്റവാളികൾക്കെതിരെയുള്ള അതിശക്തമായ അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികളെ നടപടിയെടുത്ത് കാരാഗ്രഹത്തിൽ അടക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ എടുത്ത് അവരെ നീക്കം ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവം CPM ഉണ്ടാകുന്നത് നന്നായിരിക്കും. അല്ല എങ്കിൽ ബംഗാളിലും ത്രിപുരയിലും പോലെ ഇങ്ങനെ സിംഹവാലം പുറകിനെ പോലെ ഈ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു പാർട്ടിയായി CPM മാറുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ബഹുമാനായ മാർട്ടിൻ ജോർജിനെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്, ഈ വിധങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഇരിക്കൂറിന്റെ MLA ഏറെ പ്രിയങ്കരനായ സുജി ജോസഫ്, ഏറെ ബഹുമാനായ ജനകീയ സദസ്സിന്റെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മത്തായി, ഏറെ ബഹുമാന്യനായ KPCCയുടെ സെക്രട്ടറി AICC അംഗം ബഹുമാനായ ശ്രീ A. മദൻ, ജില്ലാ ചെയർമാൻ ശ്രീ P. നാഥൻ, ബഹുമാനരായ KPCC നേതാക്കന്മാർ ശ്രീ ചന്ദ്രബല്ലങ്കേരി, ഡോമിന ടീച്ചർ, മുൻ മേയർ ശ്രീ T.O. മോഹനൻ ഉൾപ്പെടെ ഏറ്റവും ബഹുമാനരായ ഇടതുപക്ഷ സർക്കാരിന്റെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ശരിയായ രൂപം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. ഏറ്റവും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഫാസിസം നടക്കുന്ന, അരങ്ങേറുന്ന കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയും ജനാധിപത്യ വിശ്വാസികളും ഉയർത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളുമെല്ലാം ശരിവയ്ക്കുന്ന വിവരങ്ങളാണ്.
ആ ആരോപണങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ്, വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. സിപിഎമ്മിന്റെ ഉന്നതനായ ഒരു നേതാവ് വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, SFIക്ക് വേണ്ടി, DYFIക്ക് വേണ്ടി നിരവധി സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ കേരള സമൂഹം ഏറ്റവും ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നമ്മെ സംബന്ധിച്ച് ഇത് അത്ഭുതമല്ല, കാര്യമല്ല. കണ്ണൂരിലെ രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തിൽ അക്രമത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പൊതുസമൂഹത്തിന് അത്ഭുതകരമായ കാര്യമല്ല. പക്ഷേ ശ്രീ മനു തോമസ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ പൊതുസമൂഹം, കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രയും ഭീതിതമാണ് എന്ന് അനാവരണം ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ ആശങ്ക ഉളവാക്കിയിട്ടുള്ള സംഭവമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട എല്ലാവരും ഇവിടെ അതേക്കുറിച്ച് പറയുകയുണ്ടായി. ഈ പാർട്ടി എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്? ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന, വാചാലമാകുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങൾ പോലും ദയനീയമായ പരാജയമുണ്ടായ മാർക്സിസ്റ്റ് പാർട്ടി ഇതാണോ തെറ്റുതിരുത്തു എന്ന് പറയുന്നത്? പാർട്ടി യോഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ, ആ തെറ്റുകൾ പരിശോധിക്കുമെന്നും തെറ്റുകൾ തിരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കന്മാരാണോ ഇന്ന് നടത്തുന്ന ഈ അവകാശവാദങ്ങൾ, ഈ നമ്മുടെ നാടിനും നമ്മുടെ നാടിന്റെ സമാധാനത്തിനും ഭംഗം വരുത്തുന്ന അവരുടെ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പൊതുസമൂഹം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ CPM നടത്തുന്ന, പാർട്ടി നേതൃത്വം അറിഞ്ഞ് നടപ്പിലാക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ശ്രീ മനു തോമസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സുഹൈബ് വധവും EP ചന്ദ്രശേഖരൻ വധവും പാർട്ടിയുടെ ബന്ധം കൃത്യമായി വിളിച്ചറിയിക്കുന്ന, യഥാർത്ഥ പാർട്ടി പ്രവർത്തകന്റെ വികാരം പ്രതിഫലിക്കുന്ന പ്രസ്താവനയാണ്, വാക്കുകളാണ് അദ്ദേഹത്തിലൂടെ ഇവിടെ പുറത്തുവന്നിരിക്കുന്നത്. കുറെ കാലമായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാഫിയ സംഘങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ, നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കുന്ന ഗുണ്ടായിസം, അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ആ ബന്ധം ഏറ്റവും അധികം കാത്തുസൂക്ഷിക്കുന്നത് CPM നേതൃത്വവുമായിട്ടാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്, കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്, CPMന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് ആ അക്രമി സംഘങ്ങൾക്ക് പിന്നിൽ, ആ അധോലോക സംഘങ്ങൾക്ക് പിന്നിൽ, ആ ഗുണ്ടകൾക്ക് പിന്നിലെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം അതീവ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. CPMന്റെ ഉന്നത നേതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി, അവരുടെ കൂടി അനുഗ്രഹത്തോടുകൂടി അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ, വെളിപ്പെടുത്തുന്നവർക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കുന്നില്ല, സംസ്ഥാന കമ്മിറ്റി പ്രതികരിക്കുന്നില്ല, ഇടതുപക്ഷ മുന്നണി പ്രതികരിക്കുന്നില്ല. മറിച്ച് ഇതെല്ലാം പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യം പോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ നിയമവാഴ്ച ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമല്ല, ഈ നാടിന്റെ ശാന്തിയും സമാധാനവും നിലനിർത്തുക എന്നുള്ളത്
പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. വ്യവസ്ഥാപിതമായ നിയമനിർമ്മാണം, നിയമങ്ങളും നിയമവ്യവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമവ്യവസ്ഥയെ പരിപാലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ സർക്കാരിന്റെ ബാധ്യത നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം, ഈ പ്രതിഷേധം. ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ സമരം ഒരു സൂചന മാത്രമാണ്. നിരവധിയായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവർ, നമുക്കറിയാം ഖാദി കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനം, അതുപോലെ തന്നെ യുവാക്കളുടെ അവകാശങ്ങൾ നീതി ഉറപ്പുവരുത്തേണ്ട യുവജന കമ്മീഷൻ, ഇതിന്റെ എല്ലാം സാരഥികളായി ഇന്നിരിക്കുന്നത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, ഈ ഗുണ്ടാസംഘവുമായി ബന്ധമുള്ളവരാണ്, ഈ ഗുണ്ടാസംഘത്തെ പോറ്റി വളർത്തുന്നവരാണ്. യുവജന കമ്മീഷന്റെ ചെയർമാൻ ലക്ഷത്തിൽ പരം സാലറിയാകുന്ന, ശമ്പളമാകുന്ന നമ്മുടെ സംസ്ഥാനത്തെ ആധികാരികമായ ഒരു സർക്കാർ സ്ഥാപനമാണ്. ഒരു നിയമപരമായിട്ടുള്ള അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് യൂത്ത് കമ്മീഷൻ എന്നിരിക്കെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ പോറ്റുന്ന ഈ നേതാക്കന്മാരെ നിയമിച്ചുകൊണ്ട് ഈ പാർട്ടി അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. അവർക്കെതിരെ അതിശക്തമായ സമരപരിപാടികൾ നമുക്ക് ആവിഷ്കരിക്കണം. യൂത്ത് കോൺഗ്രസും യുവജന സംഘടനകളും, പ്രിയപ്പെട്ടവരെ, ആ യുവജന കമ്മീഷന്റെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ ഷാജിറിനെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലെങ്കിൽ അതിനെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ യുവജന സംഘടനകൾ കൂടി മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമരത്തിൽ പങ്കാളികളായ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. AICC മെമ്പർ ഏറെ പ്രിയങ്കരനായ മുൻ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ VA നാരായണൻ, എത്രയും ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ഏറെ ബഹുമാന്യനായ ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജി ജോസഫ്, പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജില്ലയുടെ സെക്രട്ടറി ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ PM നിയാസ്, ജില്ലാ UDFന്റെ ചെയർമാൻ ശ്രീ PT മാത്യു, പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ ശ്രീ ഫിറോമിന ടീച്ചർ, ശ്രീ ചന്ദ്രൻ തെലങ്കേരി, മുൻ മേയർ ശ്രീ TO മോഹൻ, ശ്രീ സക്കീർ മാറോളി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു ജനകീയ സദസ്സിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് ഉദ്ഘാടകൻ ഉൾപ്പെടെ എനിക്ക് മുന്നേ സംസാരിച്ച നേതാക്കന്മാർ വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച നേതാക്കന്മാർ, അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം, അവരുടെ കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുമ്പോൾ ഏറെ ത്യാഗത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാക്കന്മാരുടെ പാർട്ടിയായിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്കറിയാവുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർ ദീർഘകാലം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരുടെ സ്വഭാവത്തിലെടുത്ത് പരിശോധിച്ച് നോക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കള്ളക്കടത്ത് സംഘത്തിന്റെ നേതാക്കന്മാരാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ശ്രീ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ കാണാൻ നമുക്ക് സാധ്യമല്ല. അദ്ദേഹം ദീർഘകാലം ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന ഒരു നേതാവ്. സ്വർണം പൊട്ടിക്കുക അത് വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ്. കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഏറെ ഗൌരവമുള്ള ഒരു കുറ്റകൃത്യത്തിനാണ് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ, ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഇന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതെന്നാണ് വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ ഒരു തലമുറയെ വഴിതെറ്റിക്കുന്ന, നമ്മുടെ സമൂഹത്തെ ആകെ വഴിതെറ്റിക്കുന്ന ലഹരി മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ തെളിഞ്ഞ വസ്തുതയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മരിച്ചുപോയ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ
ആ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മാസങ്ങളോളം ജയിലിൽ കിടന്നത് ലഹരി മാഫിയക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അന്ന് തുടങ്ങിയ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഈ രാജ്യത്താകമാനം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ താൽക്കാലികമായി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ആ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ആ മാതൃക പോലും പിന്തുടരാൻ ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന പ്രവർത്തനങ്ങളാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ശ്രീ മനു തോമസ് ഇവിടെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളല്ല, സംസ്ഥാന നേതാക്കന്മാരല്ല. ഏറ്റവും വലിയ കുപ്രസിദ്ധ കുറ്റവാളിയായ കുപ്രസിദ്ധ കൊലകൾക്ക് നേതൃത്വം നൽകിയ ആകാശ് തില്ലങ്കേരി ഭീഷണിയുടെ ഭാഷയിലാണ് ശ്രീ മനു തോമസിന് മറുപടി പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമവാഴ്ച എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ണൂർ ജില്ലക്കാരനായ ഒരാൾ നേതൃത്വം നൽകുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ മോശമായ ട്രാക്ക് പൊതുപ്രവർത്തന രംഗത്ത് വളരെ മോശമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേതൃത്വം നൽകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആ വ്യക്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി അറിയാതെ പോലും ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പാവയായ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ശ്രീ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭ ഉൾപ്പെടെ ഈ സൂചിപ്പിച്ച വസ്തുതയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക സംഘത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഈ സംസ്ഥാനത്തെ പോലീസിനെ നിർവീര്യമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ളസംഘങ്ങൾക്കും കള്ളക്കടത്തുകാർക്കും നേതൃത്വം നൽകാനും വിലസാനുമുള്ള സാഹചര്യമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്, വർഷങ്ങൾക്ക് മുന്നേ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ മനസ്സിലായി, മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. പക്ഷേ ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെടേണ്ടി വന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നു. പൊതുസമൂഹം ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ പൊതുപ്രവർത്തകന്മാരുടെ സുതാര്യത അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. മാർക്സിസ്റ്റ് പാർട്ടി ആകെ ഇന്ന് അധോലോക സംഘങ്ങളുടെ നേതൃത്വത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ എത്രയോ മാന്യന്മാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിൽ നിന്നും അതുപോലെ വടക്കേ മലബാറിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലമെടുത്ത് പരിശോധിച്ചു നോക്കണം. കണ്ണൂർ ജില്ലക്കാരനായ ശ്രീ ചടയം ഗോവിന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ മലബാറിൽ നിന്ന് ഒഴിച്ചു വരുന്ന CH കനാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. PV കുഞ്ഞിക്കണ്ണൻ LDFന്റെ കൺവീനറായി. ഒരുപാട് നേതാക്കന്മാർ ഞാൻ ഇവിടെ എടുത്തു പോയേണ്ട കാര്യമില്ല. ആ തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ പടുത്തുയർത്തിയ പാർട്ടി ഇന്ന് സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക സംഘത്തിന്റെയും നേതാക്കന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ആകമാനം ബോംബ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ചെണ്ടയാട് നടന്ന ബോംബ് സ്ഫോടനങ്ങൾ. ഈ അടുത്ത ദിവസം എരഞ്ഞോളിയിൽ വെച്ച് ഒരു 85 വയസ്സുള്ള ഒരു വൃദ്ധൻ തേങ്ങ പെറുക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി മരിച്ച സാഹചര്യം. കണ്ണൂർ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് ബോംബ് നിർമ്മാണങ്ങളുടെയും അധോലോക സംഘത്തിന്റെയും നേതൃത്വത്തിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് നടപടിയെടുക്കുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇന്ന് കേരളം കടന്നുപോകുന്നത്, കേരളത്തിലെ ഗവൺമെന്റ് കടന്നുപോകുന്നത്. എത്ര വന്നാലും പഠിക്കാത്തൊരു പാർട്ടിയായി, തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ബഹുമാന്യനായ PM നിയാസും സജി ജോസഫും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ തകർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ത്രിപുരയിൽ തകർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ തകർച്ച കേരളത്തിൽ കൂടി പൂർത്തിയാക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലുള്ള സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ
UDF ജില്ലാ ചെയർമാൻ പിക്കുന്നു. പണിതായ ഈ സമരത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ശ്രീ VA നാരായണൻ, ശ്രീ PM വിദ്യാസ്, ശ്രീ സജീവ് മാറോളി, ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, ശ്രീ VV പുരുഷോത്തമൻ, ശ്രീ GO മോഹനൻ, ശ്രീമതി ഫിലോമിന ടീച്ചർ, ശ്രീ സുരേഷ് ബാബു ഇളയാവൂർ അടക്കം ഈ ഭരണയ്ക്ക് നേതൃത്വം നൽകുന്ന സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ റിജുൽ മാഷിക്ക്, ശ്രീ രാജീവ് ഇളയാവൂർ അടക്കം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായ നല്ലവരായ സ്നേഹമില്ലായ നാട്ടുകാരെ കുറിച്ചിട്ട് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് ഇത്തരമൊരു സമരം സംഘടിപ്പിക്കാൻ ഉപോത്പരമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച സഹപ്രവർത്തകന്മാർ വളരെ വിശദമായി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ കണക്കുകൂട്ടലുകളെയും അതിലംഘിച്ചുകൊണ്ടുള്ള വിജയം CPMന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർ നടത്തിയ കണക്കുകൂട്ടലുകളിലെല്ലാം ജനങ്ങൾ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞെങ്കിൽ ഞങ്ങളും ഏറ്റുപറയാൻ തയ്യാറാണ്. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളും അപ്പുറമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യത്തിന്റെയും ഉജ്ജ്വലമായ വിജയം. ആ വിജയത്തിലേക്ക് നയിച്ചത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ആ ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക സമീപനങ്ങൾ, ധാർഷ്ട്യവും ധിക്കാരവും അഹന്തയും കൈമുതലാക്കിയ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പെരുമാറ്റങ്ങൾ, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അഴിമതി, താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള സഖാക്കന്മാരുടെ ധൂർത്തും അഹന്തയും ധിക്കാരവും അത് കണ്ടു വളർന്ന കേരളത്തിലെ ജനങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു താക്കീത് നൽകാൻ, ആ പാർട്ടിയിൽ ഒരു തിരുത്തലുണ്ടാവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചത് നമുക്കറിയാം. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ പാർട്ടിയിൽ എത്രമാത്രം ജീർണത ശക്തമായിരുന്നുവെന്ന്, ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ പരാജയങ്ങൾ എത്രമാത്രം ശക്തമായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധിയായ സംഭവ പരമ്പരകളുണ്ടായിരുന്നു. എതിർത്തവൻ പാർട്ടിക്ക് പുറത്ത് കൂടുതൽ എതിർത്താൽ ചന്ദ്രശേഖരന്റെ അനുഭവം, അത്തരം അനുഭവങ്ങൾ ഭയമുള്ളതുകൊണ്ട്, പ്രതികരിക്കാനുള്ള ആത്മധൈര്യമില്ലാത്തതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോയിരുന്ന ആളുകൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്യാൻ പോയ ആളുകൾ, ഓപ്പൺ ബാലറ്റ് കൊണ്ട് ഓപ്പൺ ഔട്ട് ചെയ്യാൻ പോയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് 10ഉം 200ഉം ഓപ്പൺ ഔട്ട് ചെയ്ത സ്ഥലത്ത് ഓപ്പൺ ഔട്ട് ചെയ്യാൻ പോയ ആളുകൾ, അവിടെ പ്രതിഷേധം, അവിടെ അമൃഷം, അവിടെ രാഷ്ട്രീയമായ ആ പ്രസ്ഥാനങ്ങളുടെ കൂറ് കേരളത്തിലെ അഗണതയാണ് കാണുന്നത്. അത് നന്നാവണം. മാർക്സിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ല. തങ്ങൾ ഉയർത്തിപ്പിച്ച പ്രത്യയശാസ്ത്രങ്ങൾ കച്ചവട തിരക്കുകളായി മാറുമ്പോൾ അതിനോടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മലബാർ മേഖലയിൽ CPM വലിയ ശക്തമായ തിരിച്ചടി നൽകിയതെങ്കിൽ അല്പമൊന്ന് പ്രതികരിക്കാൻ ഒരു തിരുത്തലിന് വേണ്ടി ശ്രമിച്ച മനു തോമസ് അനുഭവങ്ങളോട് സൂചിപ്പിച്ചത്. ഞാൻ അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വന്നതുകൊണ്ട്
മെമ്പർഷിപ്പ് പുതുക്കാത്തത് കൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു പോയതുകൊണ്ട് പറയുന്നതല്ല. വ്യക്തിപരമായി എടുപ്പറിയുന്ന ഒരു സുഹൃത്തും സഹപ്രവർത്തകനും എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ മാന്യത പുലർത്തുന്ന മനു തോമസ് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നപ്പോൾ, ജനപ്രതിനിധി എന്നൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ഒക്കെ വാക്കുകളിൽ മികത്വവും മാന്യതയും പുലർത്തി രാഷ്ട്രീയത്തിലാണ് മാന്യമായി കുലീനമായി പെരുമാറുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുകൾക്ക് അനുവദിച്ച് അഴിമതിയുടെ ആർക്കും മറുപടി ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കാതെ എല്ലാവരോടും മാന്യമായി പെരുമാറി എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ടും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോയ വ്യക്തി എന്ന രൂപത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ കഴിയും. മനുവെടുത്ത നിലപാട് ആ പാർട്ടിയുടെ ജീവനത ഒരു മാറ്റം വരുത്താൻ സഹായകരമാകുമെങ്കിൽ അത് വരട്ടെ എന്നുള്ളതുകൂടെ തന്നെയാണ്. നമുക്കറിയാം, പഴയ പാർട്ടിയല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്വാനിക്കുന്നവരുടെ പാർട്ടി, കഷ്ടപ്പെടുന്നവരുടെ പാർട്ടി, അവരുടെ ശബ്ദം സംഗീതമായി ആസ്വദിക്കുന്നവരുടെ പാർട്ടിയാണ് ഇന്നത്. ഇന്ന് അവരുടെ വേദന ആഹ്ലാദമായി ഏറ്റുവാങ്ങുന്ന പാർട്ടി, ഏത് നിലയിലും പണമുണ്ടാക്കാൻ ഏത് കുൽസിത മാർഗവും സ്വീകരിക്കുന്ന പാർട്ടി. അതാണിവിടെ സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സ്വർണം പൊട്ടിക്കലിനെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ഭീതിതമായ ഒരു സാഹചര്യം നമ്മുടെ കേരളീയ സമൂഹം നേരിടുകയാണ്. രാസലഹരിയുടെ വ്യാപകമായ ഉപയോഗം, മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗം, പ്രിയപ്പെട്ടവരെ, ഒരു തലമുറയെ തകർക്കുന്ന, ഒരു സമൂഹത്തെ തകർക്കുന്ന ഏറ്റവും ഭീകരമായ രാസലഹരിയുടെയും മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ സംഭരണ വിതരണ ഏജൻസിയായി ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും മാറിയിരിക്കുന്നു. നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ, നമ്മുടെ ഹൈസ്കൂളുകൾ വരെ ഇന്ന് രാസലഹരിയുടെയും മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളാണെങ്കിൽ അതിന്റെ സംഭരണ വിതരണ ഏജൻസികളായി ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെ നേതാക്കന്മാർ മാറുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ഉയർത്തുന്ന ഏറ്റവും ശക്തമായ സാമൂഹ്യ ബുദ്ധിമുട്ടുകൾ ഒരു തലമുറയെ മുഴുവൻ ബാധിക്കുന്ന, വരും തലമുറയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി മഹത്തായ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാർ, പ്രതീക്ഷയോടെ ഭാവി നോക്കിക്കാണുന്ന ചെറുപ്പക്കാർ, കൗമാര യൗവനങ്ങൾ തകർന്നറിയുന്ന ചിത്രം നാം കാണുന്നുണ്ടെങ്കിൽ, പാർട്ടിയുടെ പിൻബലത്തിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിൻബലത്തിൽ, ഗവൺമെന്റിന്റെ പിൻബലത്തിൽ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും നടത്തുന്ന ഏറ്റവും മാരകമായ പ്രവൃത്തിയാണ്. അതെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എന്താ മനു പറഞ്ഞത്? ഇവിടെ സൂചിപ്പിച്ചു, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വം നയിക്കുന്ന ആളുകൾ, വിഭജന പ്രസ്ഥാനത്തിന് ഉന്നതമായ പദവി നയിക്കുന്ന ആളുകൾ, തന്നോടൊപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളടക്കമുള്ള ആളുകൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി, സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കുന്നവരുമായി, മാഫിയ സംഘങ്ങളുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്നുവെന്നും അത് സംബന്ധിച്ച് ഗൌരവപൂർണമായ അന്വേഷണം പാർട്ടി നടത്തണമെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ പി ജയരാജന് കത്ത് കൊടുക്കുന്നു, സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുക്കുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയനായ വ്യക്തിയെ പ്രൊമോഷൻ നൽകി യുവജന കമ്മീഷന്റെ സെക്രട്ടറിയാണ്, യുവജന കമ്മീഷന്റെ വൈസ് ചെയർമാനാക്കുന്നു. സ്വാഭാവികമായി ആത്മാഭിമാനമുള്ള, തന്റെ നിലപാടിൽ സത്യങ്ങൾ പുലർത്തുന്ന ഏതൊരു വ്യക്തിയും ഉണ്ടാകുന്ന പ്രതിഷേധമാണ് മനു പ്രകടിപ്പിച്ചത്. അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് പാർട്ടിയുടെ നിലപാട്? സിപിഎമ്മിലേക്ക് പോകുന്നു, താഴെത്തട്ട് അത് മുതൽ മുകളിൽ വരെ എങ്ങനെയാണ് പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഈ പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ സിപിഎം കടന്നു നൽകിയാണ്. അതിന്റെ തെളിവാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിശബ്ദമായ വിപ്ലവം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിപിഎം മണികൾ, സിപിഎം പ്രവർത്തകന്മാർ, സിപിഎം പാർട്ടി പ്രവർത്തകന്മാർ നിശബ്ദമായ വിപ്ലവം നടത്തിയതിന്റെ തെളിവാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് എന്നുള്ള തർക്കമില്ല. മനു തോമസിനെ പോലുള്ള ആളുകൾ ഇനിയും പുറത്തു വരും നിർഭയമായ അഭിപ്രായങ്ങൾ പറയാൻ. ഇന്ന് നിങ്ങളെ നയിക്കുന്നത് കൊട്ടേഷൻ സംഘമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ EP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു ഏറ്റ ജീവവിദ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പരമം നൽകുന്നതിന് കർക്കശമായ നിയമനം ഏർപ്പെടുത്തി സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും സന്നിവേശം അവിടെ പറഞ്ഞതുപോലെ നിയമസം പാസാക്കി തീരുണ്ടായിട്ടും നിയമമുണ്ടായിട്ടും അതിനെ മറികടക്കാൻ നിയമപരമായ ഒരു നിലനിൽപ്പുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് ഉത്തരവിറക്കി അവർക്ക് പരവും കൊടുക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നു, വല്ലാതെ ഭയപ്പെടുന്നു. ആ പ്രതികൾ ഞാൻ അവരുടെ ഒന്ന് പേര് പറഞ്ഞ് അവർ ആളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പ്രതികൾ സത്യം ഒരിക്കൽ തുറന്നു പറഞ്ഞാൽ നിങ്ങളിൽ പലരും പിണറായി വിജയനും MP ജയരാജനും അനക്കമുള്ള നേതാക്കന്മാരും ജയിലിലേക്കുള്ള വഴിയിലൂടെ നടന്നു നീങ്ങേണ്ടി വരും എന്നുള്ള ഭയം നിങ്ങളെ വല്ലാതെ രസിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിയമപരമായ ഒരു സാധ്യതയില്ല എന്നറിഞ്ഞിട്ടും ആ ക്രിമിനലുകളെ ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ അരവൊള്ളിറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോറ്റി വളർത്തിയ ക്രിമിനലുകൾ, നിങ്ങൾ സംരക്ഷിച്ച ക്രിമിനലുകൾ, നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടാ സംഘങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾ കഴിയാതെ വരുന്നു. അവർക്കെതിരെ നിങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ നിങ്ങൾ നേതാക്കന്മാർ ചൂട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ നയിക്കുന്നത് വർത്തമാന രാഷ്ട്രീയത്തിൽ CPM-നെ നയിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളാണ്, ജയിലിൽ കഴിയുന്ന ക്രിമിനലുകളാണ് എന്നുള്ള വസ്തുത സഖാക്കന്മാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പാവം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനെ മന്ത്രി എന്ന് പേരുണ്ടെങ്കിൽ പോലും ഇവരെ എല്ലാവരും സൂചിപ്പിച്ചു. അതിശക്തനായ നേതാക്കന്മാർ പിണറായി വിജയനും EP ജയരാജനും MP ഗോവിന്ദനും അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് കേരളത്തെ ഭരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയന്ത്രിക്കുന്നത് P ശശിയാണ്. P ശശിയാണ് ഭരണം നിയന്ത്രിക്കുന്നത്. P ശശിയാണ് ഈ ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്നത്. P ശശിയാണ് ഈ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളത്തിലെ പൊതുഭരണ വകുപ്പും എല്ലാ വകുപ്പിലും കൈകടക്കുന്നത് കേന്ദ്രങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകൾ മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞൊരു കാര്യം മലയോരത്തു നിന്നുമുള്ള സഹപ്രവർത്തകർക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഏരിയ സെക്രട്ടറിമാരെ, ലോക്കൽ സെക്രട്ടറിമാരെ കോറിയ മാഫിയകൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിയ ആളാണ് P ജയരാജൻ. ഞങ്ങൾക്കറിയാം ആലക്കോട് പരപ്പയിൽ മാസങ്ങൾ നീണ്ടുന്ന കോടക്കെതിരെ സമരം. ആദ്യം ആ സമരത്തിന് പിന്തുണയർപ്പിക്കാനെന്ന രൂപത്തിൽ P ജയരാജൻ പോകുന്നു. പിന്നീട് അങ്ങോട്ട് ആ സമരം ഒത്തുതീർപ്പാക്കാൻ 4-5 തവണ കോട മുതലാളിയെ കൊണ്ടിയിരുത്തി, സമരം ചെയ്യുന്ന ബഹുജനങ്ങളെ കൊണ്ടിയിരുത്തി, നാട്ടുകാരെ കൊണ്ടിയിരുത്തി P ജയരാജൻ ആലക്കോട് വന്ന് ചർച്ച നടത്തി. മനു പറഞ്ഞ സത്യമാണ്, ഇതിൽ പറഞ്ഞതുമാണ്. എന്താ P ജയരാജന് ആലക്കോട്ടെ കോറമാക്കിയായ ബന്ധം? ഒരു നാട്ടിലെ ജനത മുഴുവൻ വേണ്ട എന്ന് പറഞ്ഞു തുറക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയാണ് ഒരു പഞ്ച് സെക്രട്ടറി 4 തവണ ആലക്കോട് വന്ന് ചർച്ച നടത്തിയത്? ഇപ്പോഴാണ് മനുവിന്റെ നമ്മളൊക്കെ കരുതിയത് സ്വാഭാവികമായ പരിവർത്തനമാണ് എന്നാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ചില ഏരിയ സെക്രട്ടറിമാരുണ്ടായത്, ചില പാർട്ടി ഫലത്തിൽ മാറ്റങ്ങളുണ്ടായത് ആ കോറ മാഫിയുടെ താല്പര്യം സംരക്ഷിക്കാൻ P ജയരാജൻ ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ ഇടപെട്ടതാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ്.
അതുകൊണ്ടാണ് ഇത് കേവലം പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്ന വിഷയമല്ല. ഇതൊരു നാടിന്റെ ക്രമസമാധാന രംഗത്തെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല, ഒരു നാടിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും മാഫിയ, ലഹരി മാഫിയ വിൽപ്പനവും അതിന്റെ ഉത്പാദനവും വിതരണവും അടക്കമുള്ള മേഖല ഒരു നാടിന്റെ സമ്പദ്ഘടനയെ കൂടി ബാധിക്കുന്ന വിഷയം എന്നൊരു പ്രതി ഗൌരവപൂർവമായി ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം കേരള പോലീസിന് പുറത്തുള്ള ഏജൻസികളിൽ നടത്തണം. ധാർമ്മിക പരിഗണന ഉണ്ടെങ്കിൽ തന്റെ സഹപ്രവർത്തകന്മാർ ഇത്രയും ശക്തമായ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ പൊതുരംഗത്ത് സർക്കാരിന്റെ വേദന പറ്റുന്ന ഉത്തരവാദിത്തപ്പെടുത്തവരെ വഹിക്കുന്ന പി ജയരാജനും ഇതര കമ്മീഷൻ ദേശീയമാനും തലസ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തരാവുന്നതുവരെ മാതൃകപരമായി മാറി നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ സമരം കാലികമായ വിഷയം, ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, സമൂഹത്തെ ബാധിക്കുന്ന വിഷയം, സംസ്ഥാന ഭാഷയെ ബാധിക്കുന്ന ഒരു കാര്യമുള്ള വിഷയം ഏറ്റെടുത്ത് ഈ സമരം സംഘടിപ്പിച്ച എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അതിന്റെ പ്രസംഗകൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുൻ മേയർ ശ്രീ ടി ഒ മോഹൻ സംസാരിക്കും. അധ്യക്ഷൻ, പ്രിയരായ നേതാക്കൾ, സഹപ്രവർത്തകർ തിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ അതീവ ഗുരുതരമായ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പൊതുമണ്ഡലത്തിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. അവർ വലിയ നല്ല ആളുകളാണ്. അവരാണ് പൊതുലോകത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നൊരു ചട്ടക്കൂടുണ്ടാക്കിയിട്ടാണ് അവർ എല്ലാ കള്ളത്തരവും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി EMSൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം മാറ്റമുണ്ടായി എന്ന് നമ്മൾ കാണണം. അധികാരത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ, അനധികൃതമായ സ്വത്തുകൾ സമ്പാദിക്കാൻ, അത് നേതാക്കന്മാർ മാത്രമല്ല താഴെയുള്ള അണികൾ ഉൾപ്പെടെ ഒരുങ്ങി നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രദേശം അവർ നെഞ്ചു വിരിച്ചു പറഞ്ഞത് ബംഗാളിലെ കാര്യങ്ങളാണ്. ഒരു കാലത്ത് ആ ബംഗാളിൽ 30 വർഷത്തിലധികം ഭരിച്ചു. 23 വർഷക്കാലം ഭരിച്ചത് ജ്യോതി ബാസു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. ആ ജ്യോതി ബാസു 23 വർഷക്കാലം ഭരിച്ച് ഭരണാധികാരത്തിന് താഴെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ആ സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ 50 പേരെ എടുത്താൽ അതിനകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മുതലാളിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഇവിടെ പിണറായി വിജയൻ 8 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ആ 8 വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എവിടെയെത്തി നിൽക്കുന്നു? അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എവിടെയെത്തി നിൽക്കുന്നു? സമ്പാദിച്ച കോടികൾ എത്ര? ആ കോടികൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് താഴെയുള്ള അണികൾ എന്തു ചെയ്യുന്നു? നേതാക്കന്മാരെ നോക്കി അവരും ഉണ്ടാക്കുകയാണ്, പണമുണ്ടാക്കുകയാണ്. ആ പണമുണ്ടാക്കുന്നത് നേരായ വഴിയിലൂടെയല്ല, ഏത് വഴിയിലൂടെ ആയാലും പണമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറി. എന്തുകൊണ്ടാ മാറിയത്? അത് മാറുമ്പോൾ അതിനെ തടയിടേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുത്തൽ പ്രക്രിയ നടത്തേണ്ട ആ പാർട്ടിയുടെ നേതൃത്വം ഒന്നാകെ ചളിക്കുണ്ടിലമർന്നു എന്ന് നമ്മൾ കാണണം. ഇത് കണ്ണൂരിലെ മാത്രം അവസ്ഥയല്ല. ഇന്നത്തെ പത്രത്തിൽ വേറെ വാർത്തയുണ്ട്. ഇന്നലെ മാത്രം ഇവിടെ കണ്ടു. ആ മാധ്യമങ്ങളിലുണ്ടായ വാർത്തയിലൊന്ന് തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വത്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി പേരിൽ ഉൾപ്പെടെയുള്ള 29.5 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയെന്നാണ്. അപ്പൊ ഇത് കണ്ണൂരിലെ മാത്രം പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തുമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മയക്കുമരുന്ന് കള്ളക്കടത്തുമാണ്. മറ്റു സ്ഥലത്ത് കുഴൽപ്പണമാണ്.
മറ്റു സ്ഥലത്ത് ബാങ്ക് കൊള്ളകളാണ്. സഹകരണ ബാങ്കിലെ പാവപ്പെട്ടവരുടെ നിക്ഷേപത്തിലാണ് ഇവരുടെ കണ്ണ്. പണം എവിടെയുണ്ട് അതൊക്കെ തങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കുന്ന രോഗമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രധാനപ്പെട്ട ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിലെ സംഭവ വികാസത്തെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല. ആരാണ് എത്രയും കാലം നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? പി ജയരാജൻ ഈ പാർട്ടിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു, അദ്ദേഹം എല്ലാത്തിലും ബിജെയാണ്. ഇപ്പോൾ വന്നതെന്താ? അദ്ദേഹത്തിനെതിരെ മനു തോമസ് എന്ന് പറയുമ്പോൾ മറുപടി പറയാൻ പാർട്ടി നേതൃത്വം ഉണ്ടാകുന്നില്ല. കണ്ണൂർ നഗരത്തിൽ നമുക്കറിയാം, കണ്ണൂർ കോർപ്പറേഷന്റെ ഏതെങ്കിലും ഓരോ ഒരടി വെള്ളം പൊങ്ങിയാൽ കോർപ്പറേഷൻ മുമ്പിൽ സമരം ചെയ്യും. അതല്ലെങ്കിൽ എം.വി. ജയരാജൻ പാർട്ടി ഓഫീസിൽ പത്രസമ്മേളനം വിളിച്ച് അതിനെതിരെ പറയും. എന്നാൽ ആ ഭൂമിക്ക് താഴെയുള്ള എന്തിനെ കുറിച്ചും അഭിപ്രായം പറയുന്ന എം.വി. ജയരാജൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയും മറ്റു നേതാക്കന്മാരും എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു അക്ഷരം പറയാതിരുന്നത്? ഗോവിന്ദൻ മാസ്റ്റർ മുമ്പിലൂടെ മാധ്യമങ്ങൾ മൈക്കുമായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരം പറയും. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ പറഞ്ഞു പോയപ്പോൾ ഒരക്ഷരം ഒഴിയാടാൻ ഗോവിന്ദൻ മാസ്റ്ററും തയ്യാറാവുന്നില്ല. നമുക്കിതിനകത്തുള്ള അന്തർധാരങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെയാണ് നിങ്ങൾ മോശക്കാരായി ചിത്രീകരിക്കുന്നത്. ഭരണാധികാര സ്ഥാപനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാം, ഈ രാജ്യത്തിന്റെ സമ്പത്തിനെ തകർക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ ധരിക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണമെന്നൊക്കെ കേൾക്കുമ്പോ അതിനകത്ത് പിണറായി വിജയനും മാറി വെക്കാൻ കഴിയില്ല. നമ്മളാരും മറന്നുപോയിട്ടില്ല. സ്വപ്ന സുരേഷും നായകന്റെ സ്വർണ്ണക്കള്ളക്കടത്തും ഇത് ക്ലിപ്പ് ഹൗസ് വരെ നീണ്ട ചങ്ങലയാണ്. അത് കണ്ണൂരിലും എത്തി മറ്റൊരു രൂപത്തിൽ. എത്രമാത്രം കൊലപാതകങ്ങൾ, എല്ലാ സംഭവങ്ങളും പാർട്ടി നേതൃത്വത്തിന്റെ സംവിധാനത്തിലും തിരക്കഥയിലുമാണ് എന്ന് നമ്മൾ കാണുന്നു. ഇതിനെതിരെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും മുന്നിട്ടിറങ്ങി നടത്തേണ്ട സമരമാണ് ഈ സമരം. അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായിട്ട് മാറുന്നതല്ല. മാർക്സിസ്റ്റ് പാർട്ടി ആഭ്യന്തര പ്രശ്നം അവർ നിർത്തോട്ടെ, പക്ഷേ ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നമല്ല. ഉയർന്നു വന്നിരിക്കുന്നതൊക്കെ എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത്. ഒരു കാലത്ത് ആകാശ് തില്ലങ്കേരിയും അർജുൻ ആനന്ദിയുമാണ് ജില്ലയിലെ താരങ്ങൾ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വെറുതെ ഫേസ്ബുക്കിലൊന്ന് നോക്കി. എന്താ? ആ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ആകാശ് തില്ലങ്കേരിയുടെ ഫോളോവേഴ്സ് ഫേസ്ബുക്കിൽ 80,000-ലധികമാണ്. എന്നാൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജന് ഫോളോവേഴ്സ് ഉള്ളത് 60,000. അത് സമ്മതി. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, അവർ മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ട് നടക്കുന്നത് അവരൊക്കെ ആകാശ് തില്ലങ്കേരിമാരെയും അതുപോലെ തന്നെ അർജുൻ ആയങ്കിമാരുമാണ്. അവരാണ് ജില്ലയിലെ പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുന്നത്. ആ അജണ്ട നിശ്ചയിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് പി ജയരാജനെ പോലുള്ള ആളുകളാണെന്ന് നമുക്ക് ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഏതായാലും ഇത് അവസാനിക്കാൻ പാടില്ല. എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. പൊതുസമൂഹത്തിനകത്തുള്ള എല്ലാവരും അഭിപ്രായം പറയേണ്ട ഒരു വിഷയമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഈ ഒരു സമരം കൊണ്ട് മാത്രം അവസാനിക്കരുത്. മുഖ്യമന്ത്രിയുടെ മൗനമായാലും പാർട്ടി സെക്രട്ടറി മൗനമായാലും ജില്ലാ സെക്രട്ടറി മൗനമായാലും ആ മൗനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്നതാണ്. അത് തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയങ്കരായ സമരപരന്മാരെ, സഹപ്രവർത്തകരെ അഭിവാദ്യം കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നിർത്തുന്നു. ജയ്പാൽ. ബഹുമാനായ സജീവ് മാറൂർ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ കൂട്ടായ്മയ്ക്ക് ആധാരമായ കാര്യകാരണങ്ങളെല്ലാം ഉദ്ഘാടകൻ മുതൽ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കളൊക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവർത്തിച്ച് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് വേതനവും ആനുകൂല്യവും കിട്ടുന്ന ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനും
അതുപോലെ യുവജന കമ്മീഷന്റെ ചെയർമാനും ഉൾപ്പെടെയുള്ള ഭരണതലത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന CPMന്റെ നേതാക്കന്മാർക്കെതിരെയാണ് അവരോടൊപ്പം ഇന്നലകളിൽ പ്രവർത്തിച്ച് അവരോടൊപ്പം കിടന്നുറങ്ങി എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയ അവരുടെ സഹപ്രവർത്തകനായ മനു തോമസ് വളരെ ആധികാരികമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകന് നിരക്കാത്ത അത്രയും മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആ വിളിച്ചു പറഞ്ഞ വസ്തുതയെക്കുറിച്ച് സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ CPMന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന സെക്രട്ടറിയോ നാളിതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു സത്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഇന്നലകളിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? അരുതാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു മാഫിയ പ്രസ്ഥാനമാണ് ഞാൻ ഇന്നലെ വരെ പ്രവർത്തിച്ച CPM എന്നാണ് മനു തോമസ് ഇവിടെ വെളിവാക്കിയിരിക്കുന്നത്. കള്ളക്കടത്ത് എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമായ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന സ്വർണം ആ കള്ളക്കടത്തുകാരെ കൊള്ളയടിക്കുന്ന ഭീകര കള്ളന്മാരായി അവർക്ക് ചൂട്ടപിടിക്കുന്ന നേതാക്കന്മാരായി CPMന്റെ നേതാക്കന്മാരും മാറിക്കൊണ്ടിരിക്കുമ്പോ ഇനിയും എത്രയോ അഴിമതിക്കളികൾ പുറത്തു വരാനിരിക്കുന്നു. കരുവന്നൂർ ബാങ്കില് അഴിമതി നടത്തി സമ്പാദിച്ച പാർട്ടി സ്വത്ത്, പാർട്ടിയുടെ പേരിലുള്ള 80 ലക്ഷം രൂപ വീതമുള്ള അക്കൗണ്ടുകൾ 29 കോടി രൂപയാണ് ഇന്നലെ കണ്ടുകെട്ടിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ പണം പാർട്ടി ഭരിക്കുന്ന ബാങ്കിൽ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിൽ നിക്ഷേപിച്ച് അസുഖം വന്നിട്ട് പോലും താൻ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ കഴിയാതെ നരകിച്ചു മരിച്ച പട്ടിണി പാവങ്ങളുടെ മുഖത്തു നോക്കി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ശവന്തീരി പാർട്ടി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ, ജനങ്ങൾ നോക്കിയ താക്കീതുകളിൽ നിന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ നിരന്തരം വിളിച്ചു പറയുന്നു ഞങ്ങൾ തെറ്റ് തിരുത്തും. എപ്പോ തിരുത്തും? അഴിമതിയുടെ കൂമ്പാരമായി മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും മാറിയിരുന്നു. മകളുടെ പേരിലും മുഖ്യമന്ത്രിയുടെ പേരിലും അന്വേഷണം വേണമെന്ന് കോടതി പോലും നിർദ്ദേശിച്ച ഒരു സാഹചര്യം. കേരളത്തിൽ ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഈ ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യത്തിലാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സൂചനാ സമരം എന്ന നിലയിൽ ജനകീയ കൂട്ടായ്മ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജോസഫ് ഫിറോമിന. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന സ്വർണ്ണക്കടത്ത് CPM ബന്ധത്തിനെതിരെ നടത്തുന്ന ഈ ധർണാ സമരത്തിന്റെ വേദിയിലെ അധ്യക്ഷൻ, മറ്റ് സമുന്നതരായ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹകരുന്നത്, ഇന്ന് ഇവിടെ നടത്തിയ ധർണാ സമരത്തിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. മനു തോമസ് എന്ന കളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന, CPMന്റെ ജിഹ്വയായി ഏറെക്കാലം പ്രവർത്തിച്ച മനു തോമസ് ഉന്നയിച്ചിട്ടുള്ള കുറെ ആരോപണങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിനും സാമൂഹികപരമായും അതുപോലെ സംസ്കാരപരമായും നമ്മുടെ ഈ CPM പാർട്ടിക്ക് ബാധിച്ച ജീർണതകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിൽ നടക്കുന്ന അന്തർചിത്രത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം പോലീസ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി നടത്തി
കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് പറയുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ധർണാ സമരം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മുൻപ് കോവിഡ് കാലത്ത് കോവിഡിലെ വലിയ അഴിമതിയെ കുറിച്ച് കോടികൾ തട്ടിക്കൊണ്ട് നടത്തിയ അഴിമതിയെക്കുറിച്ച് ശൈലജ ടീച്ചറുടെ മുഖ്യമന്ത്രി നടത്തിയ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നത്തെ ഒരു മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സർ, ഈ കപ്പൽ ആടി ഉറയുകയില്ല സാർ എന്ന് പറഞ്ഞ വീണ മന്ത്രി ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയേണ്ട കാര്യമുണ്ട്. ഈ കപ്പിത്താൻ തന്നെ ആടി ഉറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നെയല്ലേ കപ്പലിന്റെ കാര്യം. അങ്ങനെ പിണറായി വിജയൻ നടത്തിയ സ്വർണ്ണക്കടത്തും പിണറായി വിജയൻ നടത്തിയ മനുഷ്യക്കടത്തും പിണറായി വിജയൻ നടത്തിയ ഒരുപാട് അഴിമതികളുമൊക്കെ ആ ശിഷ്യന്മാർ അങ്ങനെ തന്നെ പിന്തുടരുകയാണ്. മനു തോമസിനെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല നമ്മൾ ഇവിടെ ഒരു സമരം നടത്തുന്നത്. പക്ഷേ മനു തോമസ് പുറത്തുവിട്ട ഈ പാർട്ടിയുടെ ജീർണതകൾ അത് സമൂഹത്തെ എത്ര ആഴത്തിൽ അത് ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത്, അത് പൊതുസമൂഹം എത്രമാത്രം ഇത്തരം അഴിമതികൾക്ക് വിധേയമാകുന്നു, അതിന്റെ ഇരകളായി മാറുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ പാർട്ടി നടത്തുന്ന ഈ ധർണാ സമരത്തിന് ഏറ്റവും വലിയ ആകുലതയും ഉത്കണ്ഠയും. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന CPM പാർട്ടിയിൽ പണ്ട് പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയും അവിടെ ഒടുങ്ങുകയുമായിരുന്നു. പക്ഷെ ഇപ്പോ കാലങ്ങൾ കഴിഞ്ഞപ്പോ അതിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന വൃത്തികേടുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി മുതൽ ഇങ്ങേ തട്ടിൽ താഴെ തട്ടിലുള്ള CPM ആയാലും DYFI ആയാലും SFI ആയാലും ഒക്കെ നടത്തുന്ന ഒരുപാട് തരത്തിലുള്ള കൊടും ക്രൂരതകളും കൊടും കൊലപാതകങ്ങളും അതുപോലെ ലഹരി മാഫിയ ബന്ധങ്ങളും ഒക്കെ മറ നീക്കി ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ഇത്തരം അഴിമതികൾ പി ജയരാജൻ എന്ന PJ ആർമിയുടെ തലവനും അതുപോലെ റെഡ് ആർമിയുടെ ആളുകളും ഒക്കെ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് മനു തോമസ് അവിടുത്തെ ആ ഒരു തൊഴുത്തിക്കൂട്ടിന്റെ ഭാഗമായി പുറത്തു വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ജനം ഞെട്ടിയിരിക്കുകയാണ്. ഇത്തരം വൃത്തികേടുകളെ മനസ്സിലാക്കാനും അത് പുറത്തേക്ക് കൊണ്ടുവന്ന് കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കാനും ഈ പാർട്ടി സ്വയം വിമലീകരിക്കാനും വിശദീകരിക്കാനും തയ്യാറാവണം. അതെങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട്, ആശാൻ ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പറഞ്ഞതുപോലെ ആശാൻ തന്നെ പിഴച്ച് പിഴയുടെ കൂമ്പാരമായി മാറിയിരിക്കുന്ന പിണറായി വിജയന് എങ്ങനെയാണ് ഈ ഒരു പാർട്ടിയെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇവിടെ നഷ്ടപ്പെട്ട കപ്പിത്താനായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ലഹരി മാഫിയകൾ ഒരു കുടുംബത്തെ ഒരു തലമുറയെ മുച്ചൂടെ നശിപ്പിക്കുന്ന ലഹരിയെ അതൊരു കച്ചവട വ്യവസായമാക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. തിലങ്കേരിയിലും അതുപോലെ മറ്റന്നൂരുമൊക്കെ ബോംബ് കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ജീർണതകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ പി ജയരാജൻ മുന്നിട്ട് നടത്തിയ ഷുഹൈബ് കൊലപാതകമായാലും ഷുക്കൂർ കൊലപാതകമായാലും TP ചന്ദ്രശേഖരൻ കൊലപാതകമായാലും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാകണം. അതിനുവേണ്ടി സമൂഹത്തിന്റെ നേരിട്ടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ധർണാ സമരത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു സൂചനാ സമരം നാളുകളിൽ ആളിപ്പടർന്ന് വലിയ സമരജ്വാലയായി മാറുമെന്ന മുന്നറിയിപ്പോട് നടത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ ധർണാ സമരത്തിന് നന്ദി പറയാതിരിക്കാൻ DP സെക്രട്ടറി CP ജനാർദ്ദൻ സിംഗ്. ഈ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോർജ് MLA, ഈ ജനകീയ സദസ്സിൽ സംസാരിച്ച ബഹുമാനനായ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, UDF ചെയർമാൻ ബഹുമാനായ ശ്രീ PT മാത്യു, ബഹുമാനായ AICC അംഗം ശ്രീ VA നാരായണൻ, ശ്രീ സജീവ് മറോളി, അഡ്വക്കേറ്റ് TO മോഹനൻ, ഡോക്ടർ KV ഫിലോമിന, KV അബ്ദുൾ റഷീദ്, ബഹുമാനായ ശ്രീ VV പുരുഷോത്തമൻ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നമസ്കാരം.